സിമിയും ആദ്യം ഒന്ന് യോജിക്കട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തിനാണ് നിങ്ങൾ ഭിന്നിച്ചത്? ഖുമൈനി രണ്ടു കൂട്ടർക്കും ഇസ്ലാമിന്റെ നേതാവ്, ഇറാനിലേത് രണ്ടു കൂട്ടർക്കും ഇസ്ലാമിക വിപ്ലവമാണ്. ഷിയാ വിപ്ലവത്തെ ഇസ്ലാമിക വിപ്ലവം എന്ന് രണ്ടു കൂട്ടരും പറയുന്നു. പിന്നീട് എന്താ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ യോജിച്ചിട്ടാണ് അത് പറയാനുള്ള അർഹത വരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഐക്യത്തിനുള്ള ആഹ്വാനം കേട്ടുകൊണ്ട് 10,000 ഹബിലുള്ളയിലേക്ക് ചേർന്നുകൊണ്ട് എത്തിയെങ്കിൽ ഇനി അടുത്ത സമ്മേളനം നേതൃത്വം പറയുമ്പോഴേക്കും ആ ഐക്യാഹ്വാനം ശ്രമിച്ചുകൊണ്ട് വീണ്ടും 10,000 വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു മരം, ആ മരം മുറിക്കാൻ ശ്രമിച്ച ഒട്ടേറെ ആളുകൾ കഴിഞ്ഞുപോയി. അവസാനത്തെ വെട്ടാൻ എളുപ്പമാണ്. നമ്മൾ കരുതും ഇതുകൊണ്ടാണ് മരം വീഴുന്നത് എന്ന്. അതിനു മുമ്പ് കുറെ വെട്ടുകൾ പലരും വെട്ടിയിട്ടുണ്ട്. ഈ ജനസാഗരം ഇവിടെ എത്തുന്നതിന് പിന്നിൽ കഷ്ടപ്പെട്ട പണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. അവരാണ് പണിയെടുത്തത്. നമ്മൾ തള്ളിക്കൊടുത്തിട്ടേയുള്ളൂ. പക്ഷേ പുതിയ രൂപത്തിൽ ശിർക്ക് വരുന്നു, അന്ധവിശ്വാസങ്ങൾ വരുന്നു, അനാചാരങ്ങൾ വരുന്നു, മതയുക്തിവാദികൾ വരുന്നു. മതയുക്തിവാദികൾ ഹദീസ് സഹിയാണ്, പക്ഷേ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതുകൊണ്ട് തള്ളാം. ഈ മതയുക്തിവാദികൾക്കെതിരെ ഇതാ പുതിയ ഒരു ശത്രു കൂടി, ഹദീസിനെ തള്ളുന്ന മതയുക്തിവാദികൾ കൂടി രംഗത്ത് വന്നിരിക്കുന്നു. ഈ ഉന്നതമായ ഉത്തരവാദിത്ത ബോധം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് അവിടെ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അവിടെ മറ്റത് വെച്ചിട്ടുണ്ട്, ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? ഇവർ ധരിച്ചു ആളുകളൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങും. സഹോദരന്മാരെ, ഇത് പരലോകത്തെ വിചാരിച്ചു വന്നതാ. മരിച്ചാൽ സ്വർഗമാണ്. അതുകൊണ്ട് വ്യാജ ഭീഷണികളൊക്കെ ആർക്കും ചെയ്യാം. പക്ഷേ നാഥൻ മുകളിലുണ്ട്.